അസ്സലാമലൈക്കും. നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റുള്ള ജ്യൂസ് ചൂടുകാലത്ത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള 3 റെസിപ്പീസ് ഞാൻ ഇന്ന് കാണിക്കാം. ഫസ്റ്റ് ഗ്രേപ്പ് ജ്യൂസാണ്. നമ്മളെല്ലാവരും ഗ്രേപ്പ് തിളപ്പിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഒരു ചെറിയൊരു വെറൈറ്റിയിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഞാനിപ്പോൾ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക, ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്യണം. പിന്നെ നമ്മളിത് ഒന്നിച്ചിട്ടിട്ടല്ല വേവിക്കുക, നടു കട്ട് ചെയ്തിട്ടാണ് വേവിക്കുന്നത്. പിന്നെ എപ്പോഴത്തെയും പോലെ നമ്മൾ കുറച്ച് സ്പൈസസ് ഇടണം. ഞാൻ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നടു കട്ട് ചെയ്തിടുക. ഇത് ജ്യൂസ് മുന്തിരി അല്ല കേട്ടോ, ഇത് സീഡ്ലെസ് ആയിട്ടുള്ള മറ്റേ നല്ല ബലമുള്ള മുന്തിരിയാണ്. ജ്യൂസ് മുന്തിരി ഇതുപോലെ കട്ട് ചെയ്തിടാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാകുമ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ വേവുമ്പോഴും കിട്ടും. ഇനി വെള്ളം തിളപ്പിക്കുക, ആവശ്യത്തിന് പഞ്ചസാര ഇടുക. പഞ്ചസാര കുറച്ച് എപ്പോഴും കൂട്ടിയിടണം. ഇനി നമ്മുടെ സ്പൈസസും കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ ജ്യൂസിന് നമ്മൾ കഴിക്കുന്ന റെഡ് വൈനൊക്കെ അല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ, ഫ്രിഡ്ജിലൊക്കെ നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കുന്ന സമയത്ത്. അപ്പം നമ്മുടെ സ്പൈസസ് നന്നായിട്ട് തിളച്ച് വരണ്ട ഈ സമയത്ത് ഗ്രേപ്പ് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയം തിളച്ചിങ്ങനെ വേവണം എന്നില്ല, ഒരു 1-2 തിള വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യാം. ഇപ്പം തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു പർപ്പിൾ കളർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 1/2 പീസ് നാരങ്ങൻ്റെ ജ്യൂസ് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ഗ്ലാസ്സിനുള്ള ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കൂടുതൽ ഗ്ലാസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 നാരങ്ങ 2 നാരങ്ങയൊക്കെ യൂസ് ചെയ്യാം. ഇനി നല്ലോണം തണുപ്പിച്ച് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി രണ്ടാമത്തത് ക്യാരറ്റ് ജ്യൂസാണ്. ക്യാരറ്റ് നന്നായിട്ട് കഴുകിയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള കഷ്ണങ്ങളാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാക്കിയാലും കുഴപ്പമില്ല, തിന്നായാൽ മതി. കാരണം നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് മിക്സിയിൽ അടിഞ്ഞ് കിട്ടണം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ആവശ്യത്തിന് പഞ്ചസാരയും, ഇത് 3 മതി. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അത് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുക. പെട്ടെന്ന് തയ്യാറാവും, നല്ല ടേസ്റ്റുമാണ്. ഇനി ലെമൺ മിൻ്റാണ്. ലെമൺ മിൻ്റ് നല്ലതാണ് ചൂടുകാലത്ത്. അപ്പോൾ നല്ല ഫ്രഷ് മിൻ്റ് വേണം. ഒരു പിടി മിൻ്റ് എടുക്കണം. ആദ്യം നമ്മൾ ഈ മിൻറ്റും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ജ്യൂസൊക്കെ ആകുമ്പോൾ എപ്പോഴും പഞ്ചസാര കുറച്ച് കൂടുതൽ വേണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തതിന് ശേഷം 1 ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ ഗ്രേപ്പ് ജ്യൂസിൽ ചേർത്ത പോലെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്താൽ രുചിക്ക് വ്യത്യാസമൊന്നും വരില്ല, കൂടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എത്ര വെള്ളം വേണ്ട വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കുക. ഇപ്പോൾ ലെമൺ മിൻറ്റ് റെഡി. ഈ 3 ഈസി റെസിപ്പീസാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.